ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ ഹെഡേക്കിനെ പറ്റിയാണ്. അതൊരു മൈഗ്രെയിൻ ഹെഡേക്ക് നേരത്തെ സംസാരിച്ച പോലെ തന്നെ അതൊരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡറാണ്. അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തലവേദനയാണ്. സാധാരണ മൈഗ്രെയിൻ ഫീമെയിൽസിൽ, അതായത് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. അത് ഏത് പ്രായക്കാരെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാം. കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ വളരെ വയസ്സായ ആൾക്കാരെ വരെ മൈഗ്രെയിൻ എഫക്റ്റ് ചെയ്യാം. കൂടുതലും യങ്ങറായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലാണ് മൈഗ്രെയിൻ കാണുന്നത്. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് കൂടുതലും നമ്മുടെ ഹിസ്റ്ററി, അതായത് പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ അതുവഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ ആയത് കൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റുകളിലൊന്നും പ്രത്യേകിച്ചൊരു അബ്നോർമാലിറ്റിയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദന സാധാരണ ഒരു 4 ഫേസസിലൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രോഡ്രോമൽ ഫേസാണ്. ഈ ഫേസിൽ, അതായത് തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 24 മുതൽ 48 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ പ്രോഡ്രോമൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്ത് ചില മൂഡ് ചേഞ്ചസ്, കൂടുതൽ ഇറിറ്റബിൾ ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ വിഷാദം വരിക, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കോട്ടുവ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, പിന്നെ ചില ഫുഡ് ക്രേവിങ്സ്, ചില ഭക്ഷണങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നുക, അതൊക്കെ ഈ പ്രോഡ്രോമൽ ഫേസിൻ്റെ സമയത്താണ് കാണുന്നത്. പിന്നെ വരുന്ന ഫേസാണ് ഓറ എന്ന് പറയുന്ന ഫേസ്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൈഗ്രെയിൻ ഓറയോടുകൂടിയും മൈഗ്രെയിൻ വിത്തൗട്ട് ഓറയും, അതായത് ഓറ ഇല്ലാതെയും വരാറുണ്ട്. ഈ ഓറ ഫേസ് എന്ന് പറയുന്നത് അതിൽ പലതരത്തിലുള്ള സിംറ്റംസാണ് അപ്പോൾ കാണുന്നത്. അതിൽ വിഷ്വൽ ഓറ ഉണ്ടാവാം, അല്ലെങ്കിൽ സെൻസറി ഓറ, മോട്ടോർ ഓറ, അങ്ങനെ പലതരത്തിൽ കാണാറുണ്ട്. അതിൽ ഈ വിഷ്വൽ ഓറയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അതായത് മൈഗ്രെയിൻ തലവേദന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാഴ്ചയിലുള്ള വ്യത്യാസം, അതായത് ഫോക്കസ് ചെയ്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ മിന്നാമിന്നിങ് പറക്കുന്ന പോലെയൊക്കെ കാണാം. പിന്നെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ട്സോ അല്ലെങ്കിൽ വരകളോ സിക്സാഗ് ആയിട്ടുള്ള ലൈൻസോ കാണാം. ഇത് അല്ലെങ്കിൽ പിന്നെ കാഴ്ച ഒരു ഭാഗത്തെ കാഴ്ച മറഞ്ഞു പോവുക, ഇതൊക്കെ വിഷ്വൽ ഓറയുടെ പാർട്ടാണ്. അതുപോലെ തന്നെ സെൻസറി മോട്ടോർ ഓറയുണ്ട്. അത് സെൻസറി ഓറയിൽ കൈക്കും കാലിനും തരിപ്പ് അങ്ങനെ വരിക, ചിലപ്പോൾ ഒരു സൈഡ് മാത്രം അങ്ങനെ പെരുപ്പ് വരാം. പിന്നെ ബലക്കുറവ്, ശരീരത്തിന് ഒരു സൈഡ് ബലക്കുറവ് അല്ലെങ്കിൽ വരിക, അതൊക്കെയാണ് നമ്മുടെ മോട്ടോർ ഓറയിൽ വരുന്നത്. പിന്നെ ചിലർക്ക് തലകറക്കം വരാറുണ്ട്. അതായത് തലവേദന തുടങ്ങുന്നതിന് മുമ്പ് തലകറക്കം ശക്തമായിട്ട് വരിക. അത് പലരും ഈ നമ്മുടെ ഒ പിയിലൊക്കെ പറയുന്ന പോലെ ചെവിയുടെ ബാലൻസിൻ്റെ പ്രോബ്ലം എനിക്കുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഈ തലകറക്കവും അത് കുറച്ച് കഴിഞ്ഞിട്ടൊരു തലവേദനയും ആയിട്ടാണ് പലർക്കും ഉണ്ടാവുക. അത് ഒരു മൈഗ്രെയിൻ്റെ ഒരു വകഭേദമായിട്ട് തന്നെ കാണാം. അതിനെ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഓറ സിംറ്റംസ് പറയുന്നത്. ഈ ഓറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് മൈഗ്രെയിൻ്റെ ഫേസാണ്, അതായത് ഹെഡേക്ക് ഫേസ്. അതിൽ തലവേദന സ്റ്റാർട്ട് ചെയ്യുന്നു. തലവേദന പതിയെ കൂടി ഒരു മാക്സിമം ഇൻറ്റൻസിറ്റിയിലെത്തുന്നു, പിന്നെ അല്പം കുറയുന്നു, പിന്നെ വീണ്ടും കൂടുന്നു. അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്വാളിറ്റിയിലാണ് തലവേദന സാധാരണ കാണുന്നത്. പിന്നെ ഈ മൈഗ്രെയിൻ തലവേദനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സൈഡിലാണ് വരുന്നത്, യൂണിലാറ്ററൽ. പിന്നെ അത് ഒരു ത്രോബിങ് ക്വാളിറ്റി, അതായത് തുടിക്കുന്നത് പോലത്തെ ഒരു വേദന, പൾസേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു വേദന കാണാറുണ്ട്. പിന്നെയുള്ളത് ഈ തലവേദനയുടെ കൂടെ നമ്മുടെ നോസിയ, വോമിറ്റിംഗ്, അത് ഛർദിൽ അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള തോന്നൽ വരിക. പിന്നെ ഈ തലവേദന ഉള്ള സമയത്ത് നമ്മുടെ ലൈറ്റിലേക്ക് നോക്കാൻ, അല്ലെങ്കിൽ ടി വിയിലേക്കോ മൊബൈൽ സ്ക്രീനിലേക്കോ നോക്കാൻ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ തോന്നുക. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരിക. പൊതുവെ ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ള മോഡ്, നമുക്ക് ദേഷ്യം തോന്നുക. അങ്ങനെയൊക്കെ നമ്മുടെ ഹെഡേക്ക് ഫേസ്, അതായത് മൈഗ്രെയിൻ്റെ ഹെഡേക്ക് ഫേസിൽ കാണാറുണ്ട്. അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദനയിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കുറച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരു മുറിയിൽ കിടന്ന് വിശ്രമിക്കാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ഹെഡേക്ക് ഫേസ് ചിലരിൽ ഈ ചിലപ്പോൾ ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ
തലവേദന ഒന്ന് കുറയാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ റെസ്റ്റ് എടുത്ത് കിടന്നാലോ ഉറങ്ങിയാലോ ഒക്കെ തലവേദനയുടെ ഇൻറ്റൻസിറ്റി കുറയാറുണ്ട്. അപ്പോൾ ഈ ഹെഡേക്ക് ഫേസ്, അതായത് തലവേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 4ാമത്തെ ഫേസിലോട്ട് വരും. അതാണ് പോസ്റ്റ് ഡ്രോമൽ ഫേസ്. ഇതിൽ ക്ഷീണം, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് കാണുന്നത്. അതും 24 മുതൽ 48 മണിക്കൂർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് സാധാരണ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീണ്ടു നിൽക്കാം.